ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് വടകരയിലാണ്. ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുമ്പോൾ വടകര പട്ടണം രണ്ടായി മുറിയുമെന്ന ആശങ്കയാണ് വരുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് വടകര പട്ടണത്തിലൂടെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാൻ ധാരണയായി. എന്നാൽ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തൂണുകളിലൂടെയുള്ള എലിവേറ്റഡ് ഹൈവേ നിർമ്മാണം വെറും 500 മീറ്റർ മാത്രമാണ്. 300 മീറ്റർ ദൂരത്തോളം നഗരം വീണ്ടും രണ്ടായി നിലനിൽക്കും. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതിയിൽ മാറ്റം വരുത്തി ഈ ദൂരം കുറയ്ക്കുമ്പോൾ വടകര നഗരം തന്നെ രണ്ടായി മുറിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക. നമുക്കൊപ്പം എന്തായാലും ഇവിടുത്തെ വ്യാപാര നേതാക്കളും മറ്റിതുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ഉണ്ട്. എന്താണ് ഈ പദ്ധതിയിൽ മാറ്റം വരുത്തുമ്പോൾ വടകരയ്ക്കുണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്താണ്? നിങ്ങൾക്കുള്ള പരാതികൾ എന്തൊക്കെയാണ്? നേരത്തെ ഇത് ഏതാണ്ട് 1 കിലോമീറ്റർ 900 മീറ്റർ ആയിരുന്നു എലിവേറ്റഡ് ഹൈവേ. തൂണിൻ്റെ മുകളിലെ പാത ഉണ്ടായിരുന്നത്. അത് തന്നെ ഞങ്ങൾ ഒരുപാട് പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ആക്കിയെടുത്തൊരു സംഭവം. അത് MLA യും MP യും നഗരസഭയും ഒക്കെ ഇടപെട്ടുണ്ടാക്കി. അപ്പോൾ അടുത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് അത് 900 എന്നത് 500 മീറ്ററാക്കി ചുരുക്കിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നേരത്തെ ഞങ്ങൾ കണ്ടത് രണ്ടായി മുറിയും വടകര 2 മീറ്റർ മുതൽ 11 മീറ്റർ ഹൈറ്റ് വരെയാണ് ഇന്നുണ്ടാവുക. മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ പാത വരാൻ പോകുന്നത്. 500 മീറ്റർ ഒഴികെയുള്ള ഭാഗങ്ങൾ. ഈ 500 മീറ്റർ ഒഴികെയുള്ള ഭാഗങ്ങൾ വടകരയെ രണ്ടായി മുറിക്കും. ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 25 വർഷം കൊണ്ടാക്കിയെടുത്തൊരു ബൈപ്പാസായത്. അപ്പുറം ഇപ്പുറമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അത് വടകരെ രണ്ടാക്കി മുറിച്ചുകൊണ്ട് നിലവിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അതുപോലുള്ള കംപ്ലീറ്റ് ഇല്ലാതായിപ്പോഴുള്ള അവസരമുണ്ട്. അതിൽ വലിയൊരു പ്രശ്നം കാണുന്നത് ഈ സർവീസ് റോഡുണ്ടല്ലോ. സർവീസ് റോഡുകളെ ഞാൻ നോക്കുന്നതിന് മറ്റുള്ള ഹൈവേകളെ അപേക്ഷിച്ച് വളരെ ചെറിയ സർവീസ് റോഡുകൾ ഇവിടെ കാണുന്നു. കാരണം എത്രയായാലും ഈ സർവീസ് റോഡിൽ കൂടെ പ്രാദേശിക ബസ്സുകൾക്ക് പോകണമല്ലോ. കാരണം പ്രാദേശികമായിട്ട് ഓടുന്ന ബസ്, ആ ഒരു ബസ് പോകുമ്പോൾ ഒരു ബസ് ബേ എന്ന് പറഞ്ഞ സംഗതി വെക്കാൻ സ്ഥലമില്ല. ബസ് നിർത്തിയാൽ ബാക്കിയുള്ള വാഹനങ്ങൾ നിർത്തേണ്ടി വരും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ വടകരയെ സംബന്ധിച്ചിടത്തോളം ഈ ബൈപ്പാസ് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ദേശീയപാത ദുരിതമായി മാറും. ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചതാണ്. പക്ഷെ അപ്പോഴൊക്കെ ഞങ്ങളെ വികസന വിരോധികളായി ചിത്രീകരിച്ച് മാറ്റി നിർത്തപ്പെട്ടു. ഇപ്പോൾ പിന്നെ മറ്റൊരു കാര്യം കൂടി പങ്കുവെക്കാനുള്ളത് ഈ അഴുക്കുചാൽ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വടകര നമ്മൾ നിൽക്കുന്നത് വടകരയുള്ള ഒരു മെയിനായിട്ടുള്ള അഴുക്കുചാൽ പദ്ധതിയുടെ മുകളിലാണ് നിൽക്കുന്നത്. ഇപ്പം ഇത്ര പോലും എന്തില്ല വ്യാസമില്ല പുതിയ നാഷണൽ ഹൈവേൻ്റെ പദ്ധതിക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് അത് ഹൈവേയിലെ വെള്ളം വേണമെന്നാണ്. ഹൈവേയിലെ വെള്ളം പോകണമെങ്കിൽ ഈ വെള്ളം കൂടി ഹൈവേയിലേക്ക് പോകാൻ പറ്റും. ഒരുപാട് പ്രതിസന്ധികൾ സംബന്ധമായിട്ടുണ്ട്. ഇത് സംബന്ധമായ അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പദ്ധതി കഴിയുമ്പോഴത്തേക്ക് വടകരയുടെ സ്ഥിതി എന്തായി മാറുമെന്ന്, വ്യാപാര മേഖല അടക്കമുള്ള സ്ഥിതി എന്തായി മാറുമെന്നുള്ള ആശങ്കയിൽ ഇന്ന് കച്ചവടക്കാർ നിൽക്കുകയാണ്, സ്തംഭിച്ച് കിടക്കുകയാണ്. അപ്പുറവും ഇപ്പോഴും ഒരു റൂമുകളും പോകുന്നില്ല. പല റൂമുകളും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റൂമുകൾ എടുക്കാനാളില്ല. ഈ ഒരു സംഭവത്തോടു കൂടി ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ 2000-ഓളം റൂമുകൾ വടകരയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് റെഡിയാക്കി വെച്ചിട്ട് എടുക്കാനാളില്ല, വരാനാളില്ല. കാരണം എന്താവും വടകര എന്നുള്ളതിനൊക്കെ ഉള്ളൊരവസ്ഥ സംജാതമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മുക്കാളി മുതൽ ഏതാണ്ട് ഇവിടെ നന്ദി വരെയാണ് നിലവിലുള്ള പാതയിൽ കൂടെ ഈ ദേശീയപാത പോകുന്നത്. ബാക്കി ഒരിടത്ത് ഈ പ്രശ്നങ്ങളില്ല. നമ്മൾ വടകര പിന്നെ പയ്യോളി, മൂരാട്, മുക്കാളി മാതിരിയുള്ള ഈ 4 ടൗണുകൾക്കാണ് ഇത് ദേശീയപാതയുടെ വികസനം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ എലിവേറ്റഡ് ഹൈവേ തൂണുകളിലാണെങ്കിൽ ഈ പരസ്പരം കാണാൻ പറ്റും. ഇടയ്ക്ക് മുറിഞ്ഞ ആളുകൾക്ക് അത് വെറും 500 മീറ്റർ ഒരു 18-ഓളം കിലോമീറ്ററിൽ ഇവിടെ വരുന്ന ഈ 500 മീറ്റർ എന്തുള്ളൂ നിങ്ങൾ ഈ പറയുന്ന ഇതുള്ളൂ. ഞങ്ങളത് മിനിമം 900 മീറ്ററാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. നേരത്തെ 2 കിലോമീറ്ററൊക്കെ പറഞ്ഞിരുന്നു, 900 മീറ്റർ അനുവദിച്ചു. പക്ഷെ ഇപ്പം പറയുന്നത് കേൾക്കുന്നു. കാരണം ഇപ്പോഴും ഞങ്ങൾക്ക് ആശങ്ക 500 വരുമോ എന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അതിൻ്റേതായ ഒരു പദ്ധതികളിലൂടെ നടക്കുന്നതായി കാണുന്നില്ല. ബാക്കിയുള്ള റീച്ചുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, തീരാനായി. ഇതൊക്കെ ഏറ്റവും വലിയ ഗുണം കിട്ടിയ നമ്മൾ മൂരാട് ഓവർ ബ്രിഡ്ജാണ്. കാരണം കഴിഞ്ഞ 10-25 വർഷമായി 12ഓളം പോലീസുകാർ 24 മണിക്കൂറും നിന്ന് ട്രാഫിക് നിയന്ത്രിക്കുന്ന ഒരിടം പോലീസ് ഇല്ലാത്തൊരവസ്ഥ നമ്മളെ ഈ പാലം വന്നതോടുകൂടി ആയിട്ടുണ്ട്.
പക്ഷേ വടകരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വ്യാപാര മേഖലയിൽ നിന്ന് എല്ലാ മേഖലയ്ക്കും പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഇപ്പോഴും ഭയപ്പെടുന്നു. ഇത് വർക്ക് ഫുള്ളായിട്ട് വന്നു കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കുന്നുള്ള രീതിയിൽ നിൽക്കാൻ പറ്റും. ഇപ്പം എന്താണ് അവരെന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ നിങ്ങൾ ചെല്ലുമ്പോൾ ഈ പദ്ധതിയുടെ ഒരു വ്യക്തമായൊരു പദ്ധതി പറയുന്നുണ്ടോ? ഇത്ര ദൂരമാണ് ഇതുവരെ കിട്ടിയ അറിവിൽ വ്യക്തമായ ഒരു റിപ്ലൈ നമുക്ക് കിട്ടിയില്ല. നമ്മൾ പല അധികാരികളും ബന്ധപ്പെട്ടു, പക്ഷേ ആരിൽ നിന്നും ഇത് എത്ര മീറ്റർ വരെ ഉണ്ട് എന്നുള്ളൊരു കൃത്യത നമുക്ക് കിട്ടിയില്ല. നമ്മൾ ഇതേ ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നൊരു 10 വർഷം മുമ്പേ നമ്മളൊരു പ്രൊജക്റ്റ് കൊടുത്തിരുന്നു. ആശ ഹോസ്പിറ്റൽ മുതൽ കരിമലപ്പാലം വരെ ഒരു എലിവേറ്റ് ഹൈവേക്ക്. അന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയായിരുന്നു. അന്ന് നമ്മളെ വ്യാപാര ഉദ്യോഗ മണ്ഡലിൽ ശ്യാം ബിഹാരി മിശ്രന് കൊടുത്തായിരുന്നു. അപ്പോൾ കൊടുത്തിട്ട് ആ ഫയൽ ഇപ്പോഴും മേശപ്പുറത്തുണ്ട്. അന്ന് നമ്മൾ ഏകദേശം 50,000 രൂപ ചിലവാക്കിയിട്ട് DPA തയ്യാറാക്കിയിട്ടാണ് കൊടുത്തത്. അത് വരികയാണെങ്കിൽ ഒരുപാട് പൈസ സർക്കാരിന് ലാഭമുണ്ടാവും ആ പദ്ധതി ആശാ ഹോസ്പിറ്റലിൽ കൽമരം വരെ. പക്ഷെ അത് എന്തോ നമ്മളെ കച്ചവടക്കാർ വികസന വിരോധികളെ പറഞ്ഞിട്ട് അത് എഴുതിത്തള്ളി. അന്ന് കേരളത്തിലുള്ള മന്ത്രി G. സുധാകരനായിരുന്നു. നമ്മൾ നേരിട്ട് കണ്ട് നിവേദനം കൊടുത്താൽ. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും അത് മാറിയിട്ട് ലാസ്റ്റ് ഘട്ടം വന്നത് 900 മീറ്റർ അല്ല 500 മീറ്ററാണ് ഇപ്പം എലിവേറ്റ് ഹൈവേകളും. അപ്പോൾ അതും കൺഫേം ആയിട്ടില്ല. അതും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നല്ലാണ്ട് വ്യക്തമായിട്ട് ഇതുവരെ വിവരം കിട്ടിയില്ല. നമ്മളെ സംബന്ധിച്ചോളം കച്ചവടം ഈ പുതിയ ഹൈവേ 35-36 വർഷമാണ് അന്ന് ചന്ദ്രശേഖരൻ മിനിസ്റ്റർ വന്നത്. അപ്പം കച്ചവടക്കാർ അപ്പുറം ഇപ്പുറം. അത് കൂടാതെ ഈ പ്രത്യേകത വെച്ചാൽ 4ഓളം റോഡ് അങ്ങോട്ട് കിടക്കുന്നുണ്ട്. തിരുവല്ല റോഡ്, കാവൽ റോഡ്, അടക്കാത്ത റോഡ്, 4 റോഡ് അപ്പുറം കിടക്കുന്ന സ്ഥലമാണ്. ഇന്നത്തും കൂടി ഇവിടെ ഇങ്ങനത്തെ ഒരു അരിശാവസ്ഥ ഉള്ളത്. ഇതിപ്പം ഈ 900 മീറ്റർ അതെങ്ങനെയാണ് അവർ നിശ്ചയിച്ച്? ഈ ടൗണിന് വേണ്ടി നിശ്ചയിച്ചായിരുന്നു ഈ 900 മീറ്റർ? ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും തീരുമാനിക്കുന്നത് വടകരയിൽ നിന്നുള്ള ആൾക്കാരോ മറ്റൊന്നുമല്ല. നമ്മളൊന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു ഔദാര്യം എന്നുള്ളത് 900 മീറ്റർ. ശരിക്കും പറഞ്ഞാൽ 2 കിലോമീറ്റർ ഈ എലിവേറ്റഡ് ഹൈവേ വരികയാണെങ്കിൽ സുഖമായിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമായിരുന്നു. വടകരയിലുള്ള ഈ ഇതുണ്ട് ട്രാഫിക്, നമ്മുടെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വരെ സൗകര്യം, കാരണം ഇതിൻ്റെ ഉള്ളിൽ പാർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ നിരത്തിയതാണ്. ഇതിനു വേണ്ടി തന്നെ വടകരയിൽ ഒരു 50 അംഗ എഞ്ചിനീയറിംഗ് ടീമിനുണ്ടാക്കിയിരുന്നു. അവർ പദ്ധതികൾ മുന്നോട്ട് വെച്ചിരുന്നു. പിന്നെ ഒരാൾക്ക് സൊസൈറ്റി പോലുള്ള ആളുകൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് രേഖകൾ സമർപ്പിച്ചിരുന്നു. പക്ഷെ അതൊക്കെ എന്തായി പാഴായിപ്പോയി എന്നല്ലാതെ അധികാരികൾ ഇതൊന്നും കേൾക്കാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഒട്ടനവധി പ്രശ്നങ്ങൾ ഒരുപാട് എനിക്കറിയാം. വ്യാപാര മേഖലയിൽ കേരളത്തിൽ പിന്നെ ഒഴിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് വേണ്ടി സമരം തുടങ്ങിയത് വടകരയെന്നാന്ന് പറയാം. കണ്ണൂർ പിന്നെ കാസർഗോഡൊന്നും ഇതുവരെയൊക്കെ ഒഴിക്കപ്പെടുന്ന കച്ചവടക്കാർക്കൊന്നും കിട്ടിയിട്ടില്ല. ജമികൾ കിട്ടിയിട്ടുണ്ട്, ഒഴിക്കപ്പെടുന്ന കച്ചവടക്കാരുണ്ട്. അത് വടകര പോലുള്ള മേഖലകളിലാണ് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ട് കിട്ടിയാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഒരു പ്രാദേശിക സ്ഥലത്തുകൂടെ പോകുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ആവശ്യകത എന്താണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകൾ ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഞാനിപ്പോൾ ഈ മഴ കാത്തിരിക്കുക. ഈ മഴയ്ക്ക് ശേഷം മനസ്സിലാവും ഇതിൻ്റെ ആഘാതം എന്താണെന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടാൻ. ഈ മൂരാട് വെള്ളം റീച്ചിലുണ്ട്, പണി കഴിഞ്ഞ റീച്ചിലുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ സർവീസ് റോഡുകൾ ഇപ്പം നിലവിലുള്ള അവസ്ഥ വെച്ച് കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങും. ഈ മഴ വന്ന അത് കാത്തിരിക്കുക നമ്മൾ മഴയോട് കൂടിയിട്ട്. ഈ ബസ് സ്റ്റാൻഡ് വെള്ളത്തിലായിരിക്കും. വെള്ളത്തിലേക്ക്, കാരണം നേരത്തെ ബസ് സ്റ്റാൻഡ് വെള്ളത്തിലാണ്. ഇനി ഇതുകൂടി വന്നു കഴിഞ്ഞാൽ 100% ഈ നാരായണ നഗരം ബസ് സ്റ്റാൻഡ് വെള്ളത്തിലായിരിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞാലൊന്നും എന്താകുന്നില്ല, നടക്കുന്നില്ല. അനുഭവത്തിൽ വരാൻ പോവാം. കഴിഞ്ഞ പ്രളയം ഉണ്ടായിട്ടില്ലേ, ചെറിയ കഴിഞ്ഞ കൊല്ലം പ്രളയം ഇല്ലാത്ത സമയത്ത് കഴിഞ്ഞ കൊല്ലം അപ്പാട് ഈ ബിൽഡിംഗ് കാണാം. ഇപ്പോൾ പൊളിച്ച ബിൽഡിങ്ങില്ലേ, ഏതാണ്ട് 60 ലക്ഷം ഉറുപ്പികയുടെ സാധനം എടുത്ത് ചാടിയത്. കാരണം അതൊരു താഴ്ന്ന പ്രദേശം. ഇതിപ്പോൾ അത്രയും ഭാഗം ഒരു കാര്യമില്ലാതെ പോവുകയും ചെയ്യും അല്ലേ? ഈ അടച്ചു പൂട്ടി വലിയ ഉയരത്തിൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുമ്പോൾ അതുകൊണ്ട് ഒരു ഉപകാരം ഇല്ലാതാവുകയും ചെയ്യും. ഇതിന്റെ രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 500 മീറ്റർ പിന്നെ പൂണിമിലെ പത എന്ന് പറയുന്നില്ലേ, ആടെയും മറ്റേ സ്ഥലം തന്നെ എടുത്തിട്ടുണ്ട്. ഏത് സ്ഥലം എടുത്തിട്ടുണ്ട്? ഇനിയിപ്പോൾ 11 മീറ്റർ വരെ ഹൈറ്റ് ഉണ്ടാകുന്ന പറയുന്നത് ഈ മതിലിന്. 2 മീറ്റർ മുതൽ 11 മീറ്റർ വരെ ഹൈറ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മൾ വലിയ തെങ്ങിനേക്കാൾ ഹൈറ്റ് എന്നില്ല പറയുന്നത്. അപ്പുറം കാണാനേ പറ്റൂല. അപ്പുറമായിട്ട് യാതൊരു ബന്ധം വടകരക്ക് ഉണ്ടാവില്ല ഈ 500 മീറ്റർ ഒഴിച്ച്. മതിലിന് അപ്പുറത്തും ഇപ്പുറത്തുള്ള വടകരയായിട്ട് തിരിയും. രണ്ട് വടകരയായിട്ട് തിരിയും. നേരത്തെ വടകര അങ്ങനെ ക്ഷയിച്ചു വരുന്ന സ്ഥലമാണ്. നമ്മൾ താഴെയങ്ങാടി എന്നൊരു സ്ഥലമുണ്ട്. റെയിൽ വന്നപ്പോൾ താഴെയങ്ങാടി ഇല്ലാതെ ഇങ്ങോട്ട് വന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെയാണ് വളരുക, ഇനി അഥവാ ഈ ഇതിൻ്റെ അപ്പുറമാണ് വളരുക എന്ന് പറഞ്ഞുകൂടാ. വടകരയിലെ വ്യാപാര മേഖലയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്തൊരു പ്രശ്നമായി മാറി. ഇതിപ്പോൾ ഈ പണി നടക്കുമ്പോൾ തന്നെ കച്ചവടം വളരെ കുറവല്ലേ? കാരണം ഈ പൊടിശല്യം വല്ലാതെ വരുന്നു.
ആളുകൾ കടകളിലൊന്നും ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലില്ല. ഈ വടകര നഗരത്തിലേക്ക് ഈ ഭാഗത്തേക്ക് ആളുകൾക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പോൾ തന്നെ ഇല്ലേ? നഗരത്തിലേക്ക് ഇപ്പോൾ ആൾക്കാർ വരുന്നില്ല. ഇപ്പം എനിക്കൊന്ന് ഈ റോഡ് വർക്ക് നടക്കുന്നുണ്ട്, ബിസിനസ്സുകൾ സ്പ്രെഡായിരിക്കുക. ഇപ്പം റിമോട്ട് ഏരിയയിലൊക്കെ ബിസിനസ് കൂടി അവിടെയൊക്കെ ഇപ്പം നല്ല ഡെവലപ്മെൻറ്റ്. ഇപ്പം ഉദാഹരണം അയഞ്ചേരി, വില്യാപ്പള്ളി ഉള്ള ടൗണിൽ വികസിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പോൾ ആൾക്കാർക്ക് വരാനും ഒന്നാമത് ബസ് വരാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ട്രാഫിക് ജാമ്, അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യമില്ല, അനവധി വിഷയങ്ങളുണ്ട്. ഈ പാർക്കിംഗ് സംബന്ധിച്ചോളം വടകര ടൗൺ ഏറ്റവും വലിയ ഷാപ്പാണ്. പാർക്കിംഗ് വളരെ ഇല്ല. ഒരു വണ്ടി ഉണ്ടെന്നാൽ ഒരു സ്ഥലത്ത് വെക്കാൻ സൗകര്യമില്ല. ഇപ്പോൾ വർക്ക് നടക്കുന്ന കാരണം പൊടിശല്യം കൊണ്ട് ഷോപ്പ് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ അതിൻ്റെ പുറത്തേക്കാണ് ഇനിയിപ്പം ഇതെല്ലാം ഇപ്പോൾ തന്നെ തകർന്നു കിടക്കുന്ന വ്യാപാര മേഖലയാണ്. ഈ പുതിയ നിർമ്മാണം കൂടെ വന്നു കഴിയുമ്പോൾ വീണ്ടും തകർന്ന് തരിപ്പണമായും ബിസിനസ്. ഇപ്പം തന്നെ കോവിഡിന് ശേഷം ഒരു 50% ബിസിനസ് നശിച്ചുപോയി, 50% നിലനിൽക്കുന്നു. പല ബിസിനസ്സിലും ഇപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോഴും അവർ റെന്റ് ചെയ്യുന്നതിന് അവർ അഭിമാനം കൊണ്ട് മാത്രമാണ്. ഒരു കച്ചവടം എന്നുള്ള നിലയ്ക്ക് ചെയ്യാന്നുള്ളത് മാത്രം, ലാഭം ഉണ്ടായിട്ട് മാത്രമല്ല. ഒരു മക്കളെ പഠിപ്പിക്കണം, മക്കളെ കല്യാണം കഴിക്കണം, അതിൻ്റെ ഇമേജിന് വേണ്ടി മാത്രം നടത്തുന്ന സ്ഥാപനമാണ്. കച്ചവട സമയം വളരെ വളരെ ദയനീയ സ്ഥിതിയാണ്. അതിലിപ്പോൾ നിങ്ങൾക്കൊരു കാര്യം വിശ്വസിച്ച് മനസ്സിലാവും. വടകരങ്ങൾ കണക്കെടുത്താൽ മതി. ഏതാണ്ട് ഒരു ഒറ്റ കൊല്ലം കൊണ്ട് 42ഓളം ഹോട്ടലുകൾ വടകര അടച്ചു പോയിരിക്കുന്നത്. 42ഓളം. നേരത്തെക്കാർക്ക് പറഞ്ഞ മാതിരി സ്പ്രെഡായിപ്പോയി. ഈ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 കൊല്ലമായി. ഇതപ്പോൾ തീരുന്നല്ല. അതുകൊണ്ട് വടകരയ്ക്ക് വരിക എന്നൊരു ടാസ്ക്കായി മാറുന്നു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം. വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല, പൊടിശല്യമുണ്ട്, വണ്ടി പാർക്ക് ചെയ്യില്ല. അതുമല്ല, ഇനിയിപ്പം ഈ മതിലിൻ്റെ അപ്പുറം ഇപ്പുറം വരുന്ന വ്യാപാര സ്ഥാപനങ്ങളുണ്ടല്ലോ, അവർക്കൊന്നും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം തീരെയില്ല. കാരണം എന്താ, ഇപ്പം എടുത്ത സ്ഥലവും കഴിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് ബിൽഡിംഗ് എടുക്കാനുള്ള അനുമതി കൊടുക്കുമല്ലോ, അത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ അപ്പുറവും ഇപ്പുറവുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ നിലനിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്താമെന്ന് മാത്രമല്ല, ഈ മേഖലയിൽ ഇപ്പോൾ സ്ഥലങ്ങൾ ഗണ്യമായ രീതിയിലുള്ള വില കുറഞ്ഞു വരും. സാധാരണ ഹൈവേൻ്റെ മുകളിൽ വില കൂടെ വില ഇടിഞ്ഞ് നെടുക്കാനാളില്ല. പിന്നെ ആശങ്കപ്പെടുത്തുന്നത് നിലവിലുള്ള വ്യാപാര സ്ഥാപനം മറ്റും കടക്കണമെങ്കിൽ 3 ലക്ഷം ഉറുപ്പിക മുതൽ 5 ലക്ഷം ഉറുപ്പിക വരെ ഹൈവേക്ക് കൊടുത്താലാണ്, ഫീസ് കൊടുത്താലാണ്, അങ്ങനെയുള്ള വാർത്തകൾ വേറെയും കേൾക്കുന്നുണ്ട്. ഈ നിലവിലുള്ള വരുന്നതല്ല പറയുന്നത്, നിലവിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഈ ഹൈവേയിൽ നിന്ന് കയറാൻ, ഈ സർവീസ് റോഡിൽ നിന്ന് കയറാനും ഇതാക്കാനും വേണ്ടിയിട്ട് ഫീസുകൾ കൊടുക്കണം എന്നുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ എപ്പോഴാണ് എങ്ങനെയൊക്കെ രീതിയിലാണ് കൈകാര്യം ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി നാളെ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ ഹാജരാകുന്നത് BJP ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ. പൂക്കോട് സർവകലാശാല വിവാദം പുകയുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പുറത്താക്കിയവരെ തിരിച്ചെടുത്ത നടപടി തുടർന്നുണ്ടായ വിവാദത്തിൽ 2ാമത്തെ VCയും രാജിവെച്ചു. തുടർ നടപടികൾക്കൊരുങ്ങി ഗവർണർ, പകരം ചുമതല നൽകും. മുഖ്യമന്ത്രി വാക്ക് പാലിച്ചില്ലെങ്കിൽ ഇനി സമരം ചെയ്യുക സെക്രട്ടേറിയറ്റ് നടയിലായിരിക്കില്ല, പകരം ക്ലിഫ് ഹൌസിന് മുന്നിലായിരിക്കുമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ന്യൂസ് 18നോട്. സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് കൈമാറാനുള്ള സർക്കാർ നീക്കം കുടുംബത്തിന്റെ വായടപ്പിക്കാനായിരുന്നുവെന്നും ജയപ്രകാശ്. കൊച്ചി ഗുണ്ടാ വിളയാട്ടവുമായി ബന്ധപ്പെട്ട് ഗുണ്ടാ നേതാവ് ഔറംഗസേബ് ഇന്ന് ATSന് മുൻപിൽ ഹാജരാകും. നെടുമ്പാശ്ശേരിയിൽ ഓഫീസിൽ രാവിലെ 10:30 ഹാജരാവുക. ATS ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ. +2 പരീക്ഷകൾ ഇന്ന് അവസാനിക്കും. SSLC പരീക്ഷ ഇന്നലെ അവസാനിച്ചിരുന്നു. മൂല്യനിർണ്ണയം ഉടൻ ആരംഭിക്കും. മെയിൽ ഫലം പ്രസിദ്ധീകരിക്കാൻ ശ്രമം.
ഇവിടെ ആദ്യം ഫ്ലൈ ഓവറാണ് വരാനിരുന്നത്. അത് മാറ്റി ഇപ്പോൾ മണ്ണ് വെച്ച് തന്നെയുള്ള ഭിത്തി ഉണ്ടാക്കി 2 വശവും 2ആയി വേർപിരിയാൻ പോകാനാണ് പറയുന്നത്. അല്ല, ഇപ്പോൾ ഇവിടെ ഫ്ലൈ ഓവറിലേ വരുന്നത്. അപ്പം അത് മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഇവർ കൊടുത്തിട്ടില്ല. സമയത്ത് കൊടുക്കാണ്ടായവരെ 2 ഭാഗത്തും മണ്ണിട്ടിതായതിന് ശേഷമാണ് ഇപ്പം രണ്ടാമത് മുനിസിപ്പാലിറ്റീൻ്റെ ആൾക്കാർ ഇവിടുത്തെ മറ്റുള്ള പാർട്ടിയുടെ ആൾക്കാരെല്ലാം കൂടിയിട്ട് ഇവർക്ക് കത്ത് കൊടുത്ത്, MP ക്ക് കത്ത് കൊടുത്ത് അതിന് ശേഷമാണ് ഇവിടെ പാലം വരാൻ തീരുമാനിച്ചത്. അപ്പോൾ പാലത്തിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പാലം മുഴുവൻ ദൂരം ഇല്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. കുറച്ച് ഭാഗം മണ്ണിട്ട് പൊക്കി ഈ 2 ഭാഗവും വേർതിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ്. അത് ബുദ്ധിമുട്ടാകുമോ? അല്ല, പാലം തന്നെയാണ്. പാലം വരുന്നുണ്ട്. കരിമന പാലം വരെ പാലം തന്നെയാണ്. എന്ന് വെച്ചാൽ പാലത്തിന്റെ പണിയാണ്. പാർക്കോറിനടിക്കാൻ തൊട്ട് ഇവിടെ കരിമന പാലം വരെ പാലം തന്നെയാണ് വരുന്നത്. അതിൽ മാറ്റമൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഈ തൂണുകൾ കൊണ്ടുള്ള പാലം അല്ല എന്ന് പറയുന്നു കുറെ ദൂരം. അതിനെപ്പറ്റി ശരിക്ക് ഇപ്പൊ ഫില്ലർ താത്തിയ കാണുന്നുണ്ട്. ഇപ്പൊ അവിടെയൊക്കെ ഫില്ലറാണ് താത്തിയിട്ടുള്ളത്. ഫില്ലർ താത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ റോഡിന്റെ സൈഡിലെല്ലാം ഫില്ലർ താത്തിയിട്ടുണ്ട്. ഫ്ലൈ ഓവർ ആയിട്ട് തന്നെ വരുന്നത് 6 പില്ലർ, 2, 4, 6 പില്ലറോളം അവിടെ ആയിരിക്കും. ഇങ്ങോട്ട് വരുമ്പോൾ 350 മീറ്ററോളം ഇതില്ല എന്നാണ് പറയുന്നത്. ഈ എലിവേറ്റഡ് ഹൈവേ, അതായത് മുകളിലേക്കുള്ളതല്ല, മണ്ണിട്ട് പരസ്പരം 2 ഭാഗം തമ്മിൽ വേർതിരിക്കുന്ന രീതിയിലുള്ളതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്നും ഒരു ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടാവും. മഴയെല്ലാം പെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഇതുണ്ടാവില്ല. എന്താ വെച്ചാൽ ഈ എല്ലാത്തിനും ഈ കടയിലും അക്കടയിലെല്ലാം വെള്ളം ഉണ്ടാവും. മഴ പെയ്ത് കഴിഞ്ഞാൽ അതായത് ഗലേറിയൻ്റെ ചോട്ടിലല്ലോ. ഇവിടെ ഒരു വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. ഓ, മഴ പെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് ഇപ്പം നടക്കുന്ന റോഡിൻ്റെ പണിയിൽ അടുത്ത മഴയാകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് വെള്ളപ്പൊക്കമായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു ഓൾഡി ഇതെന്നും പറഞ്ഞൊരു ബിൽഡിങ്ങിന് അത് 15 കൊല്ലമായി ഉദ്ഘാടനം കഴിച്ചിട്ട് അത് അങ്ങനെ തന്നെ കിടക്കും. നാരായണ സ്റ്റേഡിയത്തിൻ്റെ പണി കഴിഞ്ഞെന്നും പറഞ്ഞിട്ട് നിർത്തിയിട്ടേക്കും. ഇതുവരെ അത് ഉദ്ഘാടനമായില്ല. പുതിയ സ്റ്റാൻഡിൽ അടുത്ത ഈ മഴയത്ത് കംപ്ലീറ്റ് വെള്ളപ്പൊക്കമായി. അശാസ്ത്രീയമായിട്ടാണ് ഈ റോഡിൻ്റെ വർക്ക് കിടക്കുന്നത്. അതായത് ചെറിയ വലിയ ഓവുപാലുള്ളത് ചെറുതാക്കിയിട്ട് ഇപ്പോൾ ഓവർബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ തന്നെ അങ്ങേപ്പുറം ഉള്ള സ്ഥലത്ത് കംപ്ലീറ്റ് വെള്ളപ്പൊക്കം. അത് അറിയാവുന്നതിൻ്റെ പേരിൽ പറഞ്ഞാൽ ഇത്രയേ പറയാനുള്ളൂ. പ്രാദേശികമായിട്ട് വടകര മുനിസിപ്പാലിറ്റി അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. അങ്ങനെയാണോ? ഈ 2 സൈഡിലും അടുത്ത മഴയത്ത് തീർത്തും വെള്ളമായിരിക്കും. ഈ രീതിയിൽ ഈ 850 മീറ്റർ 561 മീറ്ററായി കുറക്കുന്ന സമയത്ത് നിരവധി കച്ചവട സ്ഥാപനങ്ങൾക്കും ആളുകൾക്കും ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കും. മാത്രമല്ല, ഇത് എംബാങ്ക്മെൻ്റ് എന്ന് പറയുന്നത് വലിയൊരു ബാരിയറായിട്ട്, ഒരു തടസ്സമായിട്ട് 2 ഭാഗവും കാണാത്ത രീതിയിൽ നിൽക്കുക. അതേസമയത്ത് നേരത്തെ ഉള്ള രീതിയിൽ ഇത് അടക്കാത്തെരുവ് മുതൽ അതുപോലെ തന്നെ വടകര വരെ ഇത് ചെയ്യുമെങ്കിൽ ഈ പ്രയാസങ്ങൾ ഒഴിവാകും. മാത്രമല്ല, വലിയ എസ്റ്റിമേറ്റ് കോസ്റ്റും ഉണ്ടാവുന്നില്ല. കാരണം ഇത് എംബാങ്ക്മെൻറ്റ് പണിയണമെങ്കിൽ അതിന് വേണ്ടിയിരിക്കുന്ന മണ്ണൊക്കെ വേണം. അതല്ലാതെ ഈ ചെറിയ ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഈ 3 ഫ്ലൈ ഓവറുകളുണ്ട്. ഈ ഫ്ലൈ ഓവറുകൾ കഴിഞ്ഞിട്ട്
ഒരു അണ്ടർപാസും ഒക്കെ ഇതിനിടയിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇത് വീണ്ടും മണ്ണിട്ട് നികത്തി പിന്നെയും പൊക്കി പിന്നെയും താഴ്ത്തി ഒക്കെ വരുന്നത് മൊത്തത്തിലുള്ള ഈ ദേശീയപാത 66 ഒരു നഗരഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിനുള്ള അതിൻ്റെ ആ ഡിസൈനിലും അതിൻ്റെ സൗന്ദര്യത്തിലും ഒക്കെ പ്രയാസങ്ങൾ അനുഭവപ്പെടും. അതുകൊണ്ട് നേരത്തെ തീരുമാനിച്ച രീതിയിൽ തന്നെ ദേശീയപാത അതോറിറ്റി ഇത് പണിയുകയും ഉയരപ്പാത പൂർണ്ണമായി ഈ 850 മീറ്ററിലും പണിയണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് ഇവിടെ മാത്രമല്ല പ്രശ്നം, ഇതുപോലെ തന്നെ നേരത്തെ അംഗീകരിച്ചത് ഒഴിവാക്കിയ പ്രശ്നം തൃക്കോടി പോലത്തെ സ്ഥലത്തുണ്ട്. കാരണം അത് ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ സന്തോഷ് കുമാർ യാദവ് IAS ആണ് ഇതിൻ്റെ ചുമതലയുള്ള ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ ഉത്തരവുണ്ടായിട്ട് പോലും അവിടെ നേരത്തെ ഉള്ള ഒരു അണ്ടർപാസ് 213.56 കിലോമീറ്റർ ചെയിനേജിൽ അവിടെ 6.23 കോടി രൂപയുടെ അണ്ടർപാസ് അവിടെ ഇപ്പം ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ അംഗീകാരം കിട്ടിയതാണ്, അത് ഒഴിവായി. അപ്പോൾ നേരത്തെ അംഗീകരിച്ച രീതിയിൽ തന്നെ ദേശീയപാതയുടെ നിർമ്മാണം നടത്തണം. 7 മീറ്റർ വീതിയുള്ള സർവീസ് റോഡ് ഉണ്ടാകുമെന്നാണ് നേരത്തെയുള്ള ഡിസൈനിലും എസ്റ്റിമേറ്റിലും ഒക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തും 7 മീറ്റർ ഇല്ല. അത് പിന്നെ നമ്മുടെ ഡ്രെയിനേജ് ഉൾപ്പെടെ അതിൻ്റെ സ്ലാബ് ഉൾപ്പെടെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ 7 മീറ്റർ ഇല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ ഈ സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനം ഒരെണ്ണത്തിൻ്റെ ടയർ പൊട്ടിക്കഴിഞ്ഞാൽ തൊട്ട പുറകിൽ വരുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. വലിയ ട്രാഫിക് ബ്ലോക്ക് ഈ സർവീസ് റോഡിൽ വരും. അതുകൊണ്ട് പൂർണ്ണമായും എല്ലാ സ്ഥലത്തും 7 മീറ്റർ രീതിയിൽ തന്നെ സർവീസ് റോഡുകൾ ഉണ്ടാവുകയും പിന്നെ നേരത്തെ തീരുമാനിച്ച രീതിയിൽ DPR പ്രകാരം അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് എടുത്ത പ്രകാരം തന്നെ ദേശീയപാത അതോറിറ്റി ബന്ധപ്പെട്ട അധികാരികളും ഇതിനു വേണ്ടി ശ്രമം നടത്തണം. ഇനി വടകരയിൽ ഇതില്ലാതിരിക്കുകയാണെങ്കിൽ ഞാൻ പറയണത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഒട്ടേറെ ശ്രമം ഇതിൻ്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ട്. MP-യുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, വടകര MLA-യുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, നഗരസഭയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, സാങ്കേതിക വിദഗ്ധരായിട്ടുള്ള എഞ്ചിനീയർമാരുടെ കൂട്ടായ്മയായിട്ടുള്ള പൗര സമൂഹ കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്, പൗരസമിതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാ ആളുകൾക്കും ഇതിൻ്റെ നിവേദനം കൊടുക്കുകയും പിന്നെ അതുപോലെ തന്നെ ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തു. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ വടകരയിൽ ഇങ്ങനെയുള്ള ഉയരപ്പാത വന്നത്, കോൺക്രീറ്റ് തൂണുകളിലുള്ള ഉയരപ്പാത വന്നത്. അത് ഒഴിവാക്കിക്കൊണ്ട് കേവലമായിട്ടുള്ള ഒരു 200 മീറ്റർ ദൂരം മാത്രം ഒഴിവാക്കി അവിടെ മണ്ണിട്ട് 261 മീറ്ററാണ് ബാക്കി ഫ്ലൈ ഓവറിൻ്റെ അലൈൻമെൻറ്റ് വരും. ബാക്കി അപ്പോൾ ഏകദേശം ഒരു 200-250 മീറ്റർ ദൂരം മാത്രം ഇങ്ങനെ ഈ മണ്ണിട്ട് ഉയർത്തി ഈ ഉയരപ്പാത ഒഴിവാക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. യഥാർത്ഥത്തിൽ ഈ സ്ഥലം കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിതിൽ ധാരാളം കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്താം, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവും. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് തന്നെ ഈ സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മണ്ണിട്ട് ഉയർത്തിക്കഴിഞ്ഞാൽ ഈ സ്ഥലം പിന്നെ ഒരു കാലത്തും നമുക്ക് അത് പിന്നെ മറ്റൊരു കാര്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല. ഇനി ഒരു 10-20 കൊല്ലം കഴിഞ്ഞിട്ട് ഈ പറയുന്ന സംഗതി ഒഴിവാക്കി ഉയരപ്പാത ആക്കണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇത് കംപ്ലീറ്റ് പൊളിച്ചു മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ തന്നെ ഇതിൻ്റെ ഇപ്പം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെ ബന്ധപ്പെട്ട അധികൃതർ ഈ നേരത്തെയുള്ള 850 മീറ്ററിൽ തന്നെ ഉയരപ്പാത പണിയണം. അല്ലാത്ത പക്ഷം വടകരയിലുള്ള പൊതുസമൂഹം, കച്ചവട ആളുകൾ, രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ, അതുപോലെ തന്നെ നഗരസഭയും MLA-യും MP-യും ഇവിടെയൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ സമരങ്ങൾ ആരംഭിക്കേണ്ടി വരും എന്നുള്ളതാണ് വടകരയിലുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് ഇടപെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ. റോഡ് നിർമ്മാണവും കോവിഡ് അടക്കമുള്ള മഹാമാരിയും മൂലം ഇപ്പോൾ തന്നെ പ്രതിസന്ധിയിലാണ് വടകരയിലെ കച്ചവടക്കാർ. എലിവേറ്റഡ് ഹൈവേ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് ഇവർ പറയുന്നു. അധികൃതരുടെ ഭാഗത്തുനിന്നും അനുകൂലമായ തീരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്.